ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് സർവകലാശാല, നമ്മുടെ വെറ്റിനറി സർവകലാശാല ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, മലപ്പുറത്ത് പച്ച മുട്ട നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയായിരുന്നു. അപ്പോൾ അത് പലരും പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ. കൂടുതൽ ആളുകളും പറഞ്ഞിരുന്നു ജനിതക മാറ്റം സംഭവിക്കുന്നുണ്ട്, പല ഇനത്തിൽപ്പെട്ട കോഴികൾ അവിടെയുണ്ട്, അത് തമ്മിൽ ക്രോസായി അങ്ങനെ ജനിതക മാറ്റം വന്നിട്ടാണ് ഇങ്ങനെ പച്ച മുട്ടകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അധികം ആളുകളും പറഞ്ഞിരുന്നത്. വളരെ ചുരുക്കം ആളുകൾ പറഞ്ഞിരുന്നു അത് തീറ്റയിലുള്ള വ്യത്യാസം കൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സർവകലാശാല തന്നെ അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ മുന്നിട്ടിറങ്ങുകയും അത് പരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്തു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇന്നലെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് തീറ്റയിലെ വ്യത്യാസം തന്നെയാണ് ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്നാണ് സർവകലാശാല വൃത്തങ്ങൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, സർവകലാശാലയിൽ നിന്ന് അവർക്ക് അവിടുത്തെ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ ഈ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിക്കുകയും, അതായത് ഈ പച്ച മുട്ട ഇട്ട കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും, ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് പച്ചമുട്ട എന്നുള്ളത് മാറി മഞ്ഞ കരുവുള്ള മുട്ടയിലേക്ക് തന്നെ ആ കോഴികൾ വന്നു എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു. ഇത് വിശദമായിട്ട് സർവകലാശാലയിലെ തന്നെ ഇവിടുത്തെ ഒരു പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ഹരികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. സർവകലാശാലയുടെ തീറ്റ, അതായത് സാധാരണ കോഴികൾക്ക് വേണ്ട തീറ്റകൾ, ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ തീറ്റ കോഴികൾക്ക് കൊടുത്തപ്പോൾ മുട്ടയുടെ നിറം സാധാരണ മഞ്ഞ നിറത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അവിടെ കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി അത് ഏതിൽ നിന്നാണ് ഇതിന് നിറവ്യത്യാസം വരുന്നത് എന്ന് മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഇനി ബാക്കിയുള്ളൂ. ഡോക്ടർ ഹരീഷ്ണൻ്റെ ഡോക്ടർ ഹരി ടോൾക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു, പച്ചമുട്ട കളറിലുള്ള മുട്ട വരാനുണ്ടായ കാരണം തീറ്റയിൽ അടങ്ങിയിട്ടുള്ള എന്തോ ചെറിയ ഒരു സംഭവമാണ്. ഇനി അതും കൂടെ കണ്ടെത്താനുള്ളൂ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതും നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും, എന്ത് തീറ്റ കൊടുത്തപ്പോഴാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എന്ത് തീറ്റ കൊടുത്തപ്പോഴാണ് ഇങ്ങനെ പച്ച കളറിലേക്ക് വന്നത് എന്നുള്ളത്. ഓക്കെ.